It's different, nothing like you've ever seen before. We are the only one, I believe, this way down the country, and it's just been very, very popular. It's lovely to see so many families come out and enjoy it and something new. ഹലോ, ഞങ്ങൾ ലണ്ടനിൽ വന്നപ്പോഴാണ് തുലിപ്സ് ഫെസ്റ്റിന് ടിക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം ശരി, ഇന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പം സ്വന്തമായിട്ട് കാറുള്ളവരോ അല്ലെങ്കിൽ ക്യാബ് വിളിച്ചിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്കുള്ള സ്ഥലമാണ്, ബസ്സൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ക്യാബ് വിളിച്ചിട്ട് പോവുകയാണ്. ഇതിങ്ങനെ പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്നത് പോലെ ഫീൽ ചെയ്തു. നമ്മൾ ഈ മൂന്നാറൊക്കെ സൈഡൊക്കെ പോലെ 2 സൈഡ് മരങ്ങളൊക്കെ ആയിട്ട് നാട്ടിലൂടെ പോകുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. നല്ല രസമായിരുന്നു. ഒരു ഉള്ളിലേക്കുള്ളൊരു വഴിയായിരുന്നു ഈ തുലിപ്പ് ഫെസ്റ്റ് നടക്കുന്ന ക്രൗളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. പിന്നെ തുലിപ്പ് ഫെസ്റ്റിൻ്റെ അടുത്ത് എത്തി ഞങ്ങൾ. നമ്മൾ ഇന്നുള്ളത് ക്രൗളിയിലുള്ള ട്യൂലിപ്പ് ഫാമിലാണ്. ഇപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പോയി കണ്ടു വരുന്നവരുണ്ട്, കാണാൻ പോകുന്നവരുണ്ട്. ഒത്തിരി ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഫാം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം. കുറേ പൂക്കളുണ്ട്, കുറേ കളേഴ്സ് ഓഫ് ട്യൂലിപ്സ് ഉണ്ട്. ഇവിടെ ഫുൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഒരു വലിയൊരു ഏരിയയിൽ ഇതാണ് ഫെസ്റ്റ് നടത്തുന്നത് ഇവർ. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ ദൂരെ കാണുന്നതാണ് ട്യൂലിപ്പ് ഫാം. നമുക്ക് എൻട്രൻസിലൂടെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഓക്കെ. നമുക്കൊരു ടാറ്റു അടിച്ച് കിട്ടിയിട്ടുണ്ട് കയറുന്ന. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഫുള്ള് സെറ്റാണ്. ട്യൂലിപ്പ് ഫാംസ് മാത്രമല്ല, ഫുള്ള് സെറ്റാണ്. ഇവിടെ ബാർ ആൻഡ് കോഫീസ് ഉണ്ട്. വെറൈറ്റി കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളത്. എൻ്റെ അമ്മേ, തണുപ്പുണ്ട്, മഴയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പൂക്കളും കാണോ. ഞങ്ങൾ പോർട്സ്മൗത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ടൈമാണ് തുലിപ്സ് കാണാൻ വരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ സൈഡിൽ ഒരു വിൻഡോയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. എൻ്റെ അമ്മ എന്താ പൂക്കളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോണ്ട് കാണാനുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നേരിട്ട് കാണാൻ തന്നെ വേണം. ഇത്രയും ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും പൂക്കൾ ഞാൻ ഇങ്ങനെ കാണുന്നത്. അനീഷ, എങ്ങനെ ഉണ്ട്? So at last we reached here. Almost 1 hour late, but yeah, it's wonderful. It's rainy. The climate is also not supporting, but the look, the beauty. Yes. Now the climate is also clearing up, I feel, and it's beautiful. It's so many colors. We can actually see. Yeah. Can't even imagine these type of colors also will be available here. See, it's the mixture of red and white. Yes. The pink, purple. We have even seen dark purple here. It's beautiful. It's worth coming here. We should actually, at least once, not in Amsterdam at least, we have came here, but it's really worth it. It's beautiful. അപ്പോൾ എനിക്കിവിടുന്ന് പോകാൻ തോന്നണില്ല. പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു എന്താ പറയുക പർട്ടിക്കുലർ ടൈം അനുവദിച്ച് തന്നിട്ടുണ്ടല്ലോ ഇവിടുന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ പോകേണ്ട സമയമായി. ഒരുവിധം എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.